ഇന്നർ വർക്ക് ചെയ്യാതെ യൂണിയൻ നടക്കുമോ? ടി എഫ് ജേർണിയിൽ ഒരു ഡി എഫ് മസ്റ്റായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്നർ വർക്ക്. ഇന്നർ വർക്ക് ചെയ്യാനുള്ള ദൗത്യം ഡിവൈൻ ആരെയും ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഡി എഫിനെയാണല്ലേ. ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, തുടക്കത്തിൽ എനിക്ക് ഇന്നർ വർക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നേ. നിങ്ങൾക്കറിയോ, ഞാൻ ഗൂഗിളിൽ സെർച്ച് വരെ ചെയ്തിട്ടുണ്ട് ഹൗ ടു അറ്റെയിൻ ഹാർമോണിയസ് യൂണിയൻ വിത്തൗട്ട് ഡൂയിങ് ഇന്നർ വർക്ക് എന്ന്. അത്രയും മടിയായിരുന്നു എനിക്ക്. പിന്നെ ഒരു ടൈം എത്തിയപ്പോൾ ട്രിഗേഴ്സൊക്കെ കൂടുതൽ കിട്ടി തുടങ്ങിയപ്പോൾ അത് തനിയെ തോന്നിയതാണ് ഇന്നർ വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് സെർച്ച് ചെയ്തു, കുറേ വീഡിയോസൊക്കെ കണ്ടു. പലരും പലതാണ് പറയുന്നത്. അങ്ങനെ ആകെ കൺഫ്യൂഷനൊക്കെ ആയി. അതൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ ചെയ്യാനായിട്ട് വീണ്ടും മടിയായി. അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അത് ചെയ്തില്ലെങ്കിലും യൂണിയൻ നടക്കുമെന്ന് ഞാനിങ്ങനെ അങ്ങനെ ഇരിക്കുമായിരുന്നു. യൂണിയൻ നടക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ വർക്ക് ചെയ്യാൻ വയ്യായിരുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് വീണ്ടും ഡി എമ്മിൻ്റെ അടുത്തുനിന്നും ചുറ്റുമുള്ളവരിൽ നിന്ന് ട്രിഗേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഇന്നർ വർക്കിനെ പറ്റി കിട്ടിയ അറിവുകൾ വെച്ച് സ്വയം ചിന്തിച്ചെടുത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് തുടങ്ങി. മനസ്സോടെയാണ് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം തുടക്കത്തിൽ എനിക്കൊരു കോൺസെൻട്രേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോവായിരുന്നു. വീണ്ടും ട്രിഗേഴ്സ് കിട്ടുമ്പോൾ വീണ്ടും തുടങ്ങും. ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ തുടക്കത്തിൽ എനിക്കൊരു ആശ്വാസമായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. കാരണം ഡി എമ്മിൻ്റെ ചിന്തകൾ ഇല്ലാതിരിക്കാൻ മെഡിറ്റേഷൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയായിരുന്നേ. അങ്ങനെ എനിക്ക് മെഡിറ്റേഷനോട് ഇങ്ങനെ താല്പര്യം കൂടി വന്നു. പോകെ എല്ലാം ശരിയായി വന്നു. ഇങ്ങനെ ഇവിടെ വരെ എത്തി. ഇപ്പോൾ പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 years ആയിട്ടുണ്ട്. നമ്മുടെ ഈ എനർജി വൈബൊക്കെ ഇൻക്രീസ് ആക്കി എടുക്കാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് അത്രയും സ്ലോ പ്രോസസ്സാണെന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. കുറേ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ. ആ സത്യങ്ങളൊക്കെ ഞാനിങ്ങനെ വാതോരാതെ സംസാരിക്കുമായിരുന്നു വീട്ടിലെ. അപ്പോൾ വീട്ടുകാർ പറയും എനിക്ക് വട്ടാന്ന്. എനിക്കധികം ഫ്രണ്ട്സൊന്നും ഇല്ല, എന്നാലും ചില ഫ്രണ്ട്സൊക്കെയും അവരുടെ സങ്കടങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് ആശ്വാസം കൊടുത്തിരുന്നു. ബട്ട് ഇനിയും സങ്കടം തോന്നുമ്പോൾ അവർക്ക് സ്വയം ആശ്വസിക്കാനായിട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുമായിരുന്നു അവരോട്. പക്ഷേ അതിനവർ ചെവിക്കൊണ്ടില്ല. അതൊന്നും വേണ്ട, ഞാൻ ആശ്വസിപ്പിച്ചാൽ മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. പിന്നെ മറ്റുള്ളവരോട് മെഡിറ്റേഷനെ പറ്റി പറയുന്നതും സത്യങ്ങൾ, ന്യായങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതും ഒക്കെ ആ ഒരു സ്വഭാവമൊക്കെ നിർത്തി. അതുപോലെ ബുദ്ധജിയുടെ ശ്രീ ബുദ്ധയുടെ ഒരു കോട്ടുണ്ട്, ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട, ആർക്കും ഒന്നും മനസ്സിലാകില്ല. ഈ ഒരു കോട്ട് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതോടെ ഞാനിങ്ങനെ എൻ്റെ ഈ വാതോരാതെ സത്യം പറയുന്ന പരിപാടിയെല്ലാം നിർത്തി. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇന്നർ വർക്കിനെ പറ്റി പറഞ്ഞു തരുന്നത്, അത് നിങ്ങൾ ഞാൻ ഒരേ പാതയിലാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ്. നിങ്ങൾക്കും എന്നെ മനസ്സിലാകും എന്നെനിക്കറിയാം. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഡിവൈൻ നമ്മൾ DFസിനെ ഏൽപ്പിച്ച ദൗത്യം കറക്റ്റായിട്ട് ചെയ്യുക. ചെയ്യാതെ മടി പിടിച്ചിരുന്നാലോ ഡി എം അവിടെ മടി പിടിച്ചിരിക്കും, നിങ്ങളെപ്പറ്റി ഓർക്കുക പോലും ഇല്ല. അതുപോലെ നമ്മൾ ചെയ്യാതെ മടി പിടിച്ചിരുന്നാൽ ഡിവൈൻ നമ്മളെ ട്രിഗേഴ്സ് തന്ന് ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് DFനെ കൊണ്ട് ഇന്നർ വർക്ക് ചെയ്യിച്ചിരിക്കും. ഡിവൈൻ ടൈം എത്തുമ്പോൾ നിങ്ങളൊരു ട്രൂ DF ആണെങ്കിൽ, ഓക്കെ, നിങ്ങളെ കൊണ്ട് ഇന്നർ വർക്ക് ചെയ്യിച്ച് നിങ്ങളുടെ സോൾ പ്യൂരിഫൈ ആക്കിയിരിക്കും. അങ്ങനെ ഡിവൈൻ നിങ്ങളെ രണ്ടുപേരെയും യൂണിയനിൽ എത്തിച്ചിരിക്കും. നിങ്ങളെ യൂണിയനിൽ എത്തിക്കേണ്ടത് ഡിവൈൻ്റെ ആവശ്യമാണ്. നിങ്ങളെക്കാൾ കൂടുതൽ ഡിവൈൻ്റെ ആവശ്യമാണത്. എനിക്കിതൊന്നും പറഞ്ഞു തരാനൊന്നും ആരും ഇല്ലായിരുന്നു. പക്ഷേ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാനിത് പറഞ്ഞു തരുവാണ്. സോ താങ്ക് ഗോഡ്, എൻ്റെ കൂടെ ഉള്ളതിന്, ഇത്രയും നാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് താങ്ക്സ് ബുദ്ധജി. എൻ്റെ ഈ ഒരു ജേർണിയിൽ എനിക്ക് ആവശ്യമുള്ള ഇൻസ്പിറേഷനൊക്കെ തന്നത് ഈ ബുദ്ധജിയുടെ കോട്സാണ്. അപ്പോൾ താങ്ക്സ് ബുദ്ധജി. പിന്നെ താങ്ക്സ് മൈ ഡിയർ DM. ഒരിക്കലും ഒന്നുമല്ലാതിരുന്ന ഒരു ചിത്രയെ ഇവിടെ വരെ ഇന്ന് ഈ കാണുന്ന ഒരു നിലയിൽ എത്തിച്ചതിന് എൻ്റെ പ്രിയപ്പെട്ട DMനോട് ഒരുപാട് നന്ദി. അതുമാത്രമല്ല, ബുദ്ധജിയെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നതും എൻ്റെ പ്രിയപ്പെട്ട DM ആയിരുന്നു. താങ്ക്സ് ഫോർ എവരി വൺ. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും.
താങ്ക് യു.